കഴിഞ്ഞ ദിവസം നമ്മൾ ഡെറക്കപ്പച്ചൻ്റെ കൂട്ടത്തിൽ മീൻ പിടിക്കാനായിട്ട് പോയി. തിരിച്ച് പുള്ളിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ള ഫിഷ് സ്പെഷ്യാലിറ്റി ഡിഷസ് നമുക്ക് പുള്ളി ഉണ്ടാക്കി തന്നു. ആ ഉണ്ടാക്കി തന്ന ഡിഷസ് എല്ലാം നമ്മൾ വീട്ടിൽ വന്നു ട്രൈ ചെയ്യണം. അതാണ് ഇന്നത്തെ വീഡിയോ. റെഡി ഭൂപ്പാ. The T-Rex. Wait for someone a bit taller. How did you get your legs up there and what's wrong with it? I got my legs are down here. You I didn't need to get out of Mainly goes into floorings and sarkins. അപ്പോൾ അതേ നമ്മളിവിടെ ഡെറക്കപ്പച്ചൻ്റെ കൂട്ടത്തിൽ ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ഹണ്ടിങ്ങിന് പ്ലാൻ ചെയ്തിട്ടുള്ള ഫിഷിംഗ് ആയിരുന്നു. So what's our plan? It's a beautiful place, one of the best places. Tomorrow we're gonna go out there and get some biggest kahawais. Big. Kahawai പിടിക്കാൻ പോവാന്ന് പറയുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മുടെ this is different ambience here than the hunting place, no? Oh, totally, because we're in the far north. Yeah. It's always 10 or 15 degrees warmer Up Yeah. here, because we're so far north here. Yeah. നമ്മൾ മറ്റേത് സൗത്ത് ആണ്, ഇത് നോർത്ത് ആണ്. ഇവിടെ വീട്. How big is this land? The farm is 700 acres. Oh, 700 acres. It's all like flat. ഇവരുടെ വീടിൻ്റെ അകം കണ്ട ഫുള്ള് ഇവിടുത്തെ നേറ്റീവ് മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 100 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ ഇത്. അതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് റിനോവേഷനൊക്കെ ഇവർ എന്നും ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും പൊടിയില്ല, ഇത്രയും പഴയ വീടായിട്ട് പോലും. അപ്പച്ചൻ്റെ വീടിൻ്റെ അകത്തൊരു ഷാർക്കിനെ അപ്പച്ചൻ സ്പിയർ ഫിഷ് ചെയ്ത് വെച്ചതാണ്. അതിന് ഡമ്മി ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ, അതേ സെയിം സൈസിൽ. പല്ല് മാത്രം ഒറിജിനലാണ്, പക്ഷെ എന്താ അടിപൊളിയാന്ന് നോക്കി. ഇവരുടെ അവിടുത്തെ ചെറിയ ബാർ കൗണ്ടറാണ്, പഴയ കാലത്തെ ബാർ കൗണ്ടർ വീടിൻ്റെ അകത്ത്. എങ്ങനെയുണ്ട് സോഫയും ജനലകളൊക്കെ നോക്കി ഉള്ളിൽ നിന്ന് തുറന്ന് ഇങ്ങനെ വെച്ചിട്ട് ശരിക്കൊരു പഴയ കൊട്ടാരത്തിൻ്റെ ലുക്കില്ലേ. So we're targeting what sort of fish tomorrow? Kingies and... Well, we've had a bit of wind today, so we can, if it's okay to go out wide to get tuna, we will. Yeah. But if it's not good enough, we will go to the Cavalli Islands Catch kingies. and we will go for the kingies. Oh, yeah. What's his name? Charlie. Charlie. Yeah. Marley. This one's Marley, that one's Charlie. Charlie, yeah. Who's Charlie? നമ്മുടെ ഇന്നത്തെ മെയിൻ ഫുഡ് വരുന്നുണ്ട് കിങ് ഫിഷ്. അവർ ഇന്നലെ പിടിച്ചിട്ടുള്ള റോ ഫിഷ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചില്ല. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നല്ലോ. ഇവിടെ ഫ്രഷ് ആയിട്ട് പിടിച്ചിട്ടുള്ള കിങ് ഫിഷ് ആണ്. ഗുഡേ. അതിൻ്റെ കൂട്ടത്തിൽ സോയ് സോസ്. അപ്പച്ചോടെ ക്രം ചെയ്തിട്ടുള്ള ഫിഷിനെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നോട് തുടരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യാനേ വേണ്ട. ഡു വി ഹാവ് സം മോർ ബട്ടർ? ഓ യാ. നോക്കിയേ, കിങ് ഫിഷാണ് കേട്ടോ. നമ്മുടെ യെല്ലോ ടെയിൽ ആംബർ ജാക്ക് എന്ന് പറയില്ലേ, ആ മീനാണിത്. ഇത് ഇന്നലെ പിടിച്ചതാണ്. ഫ്രഷ് റഷ്യൻ തീത്തായിലും മീനും കഴിഞ്ഞുട്ടാ. ഇത് നമ്മുടെ റോ ഫിഷ് സാലഡ്. We eat now, eh? So when Come on, Papa. Say good night, everyone. Good night. Do some filming. I can't wait to eat this food, honest. Kids are not coming. Thank you, sir, for our dinner tonight. Very much appreciated. Oh, so good. Sesame oil, kingfish. wasabi. It's equal to melt in the mouth. Even when you made last time the sesame oil and the soy comb, I love that one. Eh? Try some of this raw fish salad, Anna. Eh? Grown by the The raw local, fish salad. Oh man, local Marys. How is the raw fish salad, Anna? Eh? no words can describe it. You don't want the potato salad? Oh, Eh? it's so good. So good, eh? Come over and have a look. Yeah, we do it. Yeah. Because me and Jacob, we were discussing about this. എന്താ അടിപൊളി റൂമാ നോക്കിയേ. നമുക്കിവിടെ നല്ല സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. Hey, you got Good night. and you got all this nice blanket, but still he got his own one. Yeah, it's a Fiji man. Yeah, ഫിജിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ടാണ് അണ്ണൻ ഇവിടെ ഇരിക്കുന്നത്. പാപ്പനെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. പാപ്പൻ വെച്ചെങ്കിൽ പാപ്പൻ്റെ കുറച്ച് ഗജ പോക്കിരി ഡയലോഗുകളൊക്കെ കേട്ടിട്ട് ഇവിടെ കിടക്കായിരുന്നു. അപ്പുറത്തെ അവികാശി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ കൃത്യം 4 മണിക്ക് കാണാം.
Ooh, I missed the sleep. Good morning, brother. Good morning, pineapple. Pineapple. Looking very good, very fine. Thank you, G. We eat the fish straight from the water. Yeah. All these powers, you caught this. That's the one. How many powers you can catch? 10 per person. Oh, that's good, eh? Yeah. Hunter. No, it's a fiberglass. How big was it? 16. Don't sleep. The cabin is not big as the Crazy Indian 2. Okay, let's go then. Let's go. Let's go. That's a good one. Nice, man. അപ്പച്ചൻ്റെ ഫിഷിങ് ഹിസ്റ്ററിയാണ് ഈ ചുമരിൻ്റെ മുകളിലിട്ടിട്ടുള്ള കേട്ടോ. കുറച്ചൊന്നല്ല പിടിച്ചു വെച്ചിട്ടുള്ളു. ഈ യെല്ലോഫിൻ്റെ സൈസ് നോക്കി, അപ്പച്ചൻ്റെ സൈസ് നോക്കി എവിടെയാണ്. ബ്ലാക്ക് മാർലിനെ. And I hate catching marlin. But it looks like a big one, see. പുള്ളിയുടെ 4 ഇരട്ടി വലിപ്പമുള്ള മാർലിൻ എനിക്ക് വേണം ചുരുങ്ങിയത് ഒരു 400 കിലോ ഉണ്ടാവും എനിക്ക് വേണം. Big one. It was unreal. Ah, yeah. Do you know Steph the Multi? Yeah. That's him. Oh, yeah. There's another young fellow who does a bit of kayaking. What's his name? William? Not William. He's a Kiwi boy. He Kayaking. does a bit of kayaking. He's fun to watch. He drives a high ace, brown high ace. Oh, I know the guy you mean, the long hair. Yeah. ചെറിയൊരു ബോട്ട് അവിടെ നല്ല രസമുണ്ട് കാണാൻ. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. 6 മണിയാകുമ്പോൾ 5:54. KFC man. It's a KFC man right there. Like your head, brother. It's the Colonel, mate. Yeah. Ah, yeah. Oh. Oh, you got a full house. Every hook had one on. I'm done for the day, Naveen. Yeah, you're done. You're done all right. Fuck, those are nice baits though. Oh, yeah. You pitch one of them at anything, they're gonna fucking eat it. It's always fun, eh? Avi. I love catching bait fish. Yeah. I never caught a fish for ages, Avi, no? Just be in the boat, doing only video work. എത്ര മീനതൊക്കെ ഫുൾ ബെയ്റ്റ് ഫിഷ് ആണ് കേട്ടാ. സൂര്യന് ഉദിച്ചു കഴിഞ്ഞാൽ അടിക്കുന്ന പറഞ്ഞത് സൂര്യന് ഉദിച്ചു വരുന്നു അപ്പൊ തന്നെ അടി തുടങ്ങി. പെരുന്നാളോ പെരുന്നാള്. മടി കുഞ്ഞു മീൻ, പരൽ മീനുകൾ, അയില കുഞ്ഞുങ്ങളാണ്. Usually it is. That's true, Naveen, come on. Naveen's on. The bait catcher. The bait whisperer. Get it. This must be the first fish of this year for me. Really? But never caught a fish even last year. I was just videoing. So thank you for letting me to catch one fish in my life. Now you So can sleep. pathetic. Now you can sleep, boy. What I Yeah, do you want to get a photo with one? Hold it up. take a photo. The biggest fish I ever caught. Sorry, man. Somebody. Really don't. Get them both. Oh, that's better. Get them both. Nice slimies. Look at those. Oh, yes. ഇതിനെയാണ് Get നമ്മൾ some more of നോക്കിയത് those. കേട്ടാ. That's exactly what we want. ഗുഡ് സൈസ്. That's perfect size. Oh, there's a slime on me. Pavan, I might have a hand here. looks like you got a kingy right there already. Oh! Ah, you lost it. Oh. Oh, they're the real good ones. They are the best, Hamish. They are the best. Perfect. നല്ല ഫണ്ണുണ്ട് കേട്ടോ ഇത്. അടിപൊളി പാട്ട്. Those are perfect, mate. Oh, look, Avi. Oh! Avi always catching the big ones, Avi. He's always getting the big ones. Hey. That's a big.
Straight into the main, Hamish. Yeah. Drop it down, isn't it? Who? Get a line on these ones. They're the good ones. Look, the live, the bait tank. എത്ര മീനാ നോക്കിയത്. Hopefully they survive well. Yeah. Maybe. Okay, Avikash. Sure. Mr. Avikash. That's the colonel right here, sir. And Mr. Another Colonel Hamish. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടാ. ഗുഡ് മോർണിംഗ്. സിമ്പിൾ ഫിഷിംഗ്. ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കിങ് ഫിഷിനെയാണ്. അത് കഴിഞ്ഞിട്ട് വെതർ അടിപൊളിയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ യെല്ലോ ഫിന്നെ ഒന്ന് ട്രൈ ചെയ്യും. സോ ഫാർ വെതർ ഭയങ്കര അടിപൊളിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ വന്ന ഫിഷിങ്ങിന് വെച്ചിട്ട് ഏറ്റവും കാമായിട്ടുള്ള ദിവസമാണ് കേട്ടോ. അടിപൊളി ഡേ, ബ്യൂട്ടിഫുൾ ഡേ. ഇത്ര ശാന്തമായിട്ട് കടൽ കാണുന്നത് നോക്കിയേ. ശാന്തക്കടലായിരുന്നു, ശാന്തക്കടൽ. Do you want to let the far one out some more, or wind this one in slightly? എല്ലാവിധ ഹുക്കുകളും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. വി ട്രൈങ് എവറിത്തിങ്. ആങ്കർ ഹുക്ക്. ആൻഡ് യുവർ നെയിം ഇസ് ഹാമിഷ്. Hamish, bro, yep. Yeah, welcome to the team. Hello, Ben. Yeah, mate. We call him Big Ben out here. Big Ben. Yeah, the Big Ben. Try that. Then, oh, something's biting. Is it or not? Ah. Oh, yeah. Nalabi's not happy. They were chasing. Did you see? One of them was chasing. Oh, heaps. Right there. I think they're just Pororis, so we don't want them. Come on, Kingfish. That's a foul hook if I've ever seen one. Yeah. Use most reels that you can just wind and the bow comes down. Or? Teapot. You can't tell. Yeah, we Just like one. ഈ സ്ഥലത്തിനെ വിളിക്കുന്ന പേര് ടീ പോട്ട് എന്നാണ് കേട്ടാ. ഈ പാറേനെ ചായപാത്രം. ചായപാത്രത്തിന്റെ ഷേപ്പിലാണ് ഈ പാറ ഇരിക്കുന്നത്. You can turn left here, Derek. Or... നമ്മുടെ ബോട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ബിഗ് ഗ്രൂപ്പ് പോകുന്നുണ്ട് കേട്ടാ. ബിഗ് വൺ. അതിലേക്ക് നമ്മൾ ഫൗൾ നോക്കി എല്ലാം ട്രവൽ ചെയ്യാം. നമ്മുടെ വറ്റാണ്. I can't even. You got one. It's like a. There's too many fish. It's just bouncing up. Oh, no. Yeah, it's just boom, boom. Big travel. Look, big one. It's fucking bouncing off them for sure. Oh, they spin around. They're going other way now. Yeah. Good to hear about a drag. Anna, you hit with the other one. And there's four of those flip rods here. Is there a drag? Oh, there's a Jaguar on that one. Bend over out. Oh, good fighter. Oh! There's a net there. I don't think I need that quite yet. Good trim. Wow, this is a good rod. നല്ല രസമുണ്ട് കേട്ടോ. It looks pretty. Look at the fish up in front of us. It's a good fighter. I can't even. I don't think I'm gaining much on him. Oh,
It's a big fighter. Fighter. I love this raw egg. So first fish of the day. No. He fucking went, eh? This must be good, Trev. I think he's just hooked really weird. Is that a bit of line? Oh no. No, it's a good. Good size too. Oh, it's That's a not a- carboy. It's a kahawai. That's what I thought so. He's a fat cowboy. Look at that poor cowboy. It's a big one too. Look at the That's color. a big cowboy. Look at the color too. Beautiful. That's That's massive. cool. First fish of the day. Nice hooked up. Nice hookup too. Yeah, that wasn't coming off easily. Good fish. Alright. Nice warm up. Raw fish. Big one. On. Yep. Yeah. On. Now the trevally. Trevally time. Hey. It's not fighting too hard. Got it? Abhi, show me the fish. Trevally? Yeah. Oh, beautiful. Beautiful. Not that big. Not too bad. രണ്ട് ട്രവലി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ട്രവലി മയാണ്. Yeah. Their bellies are full. Anna, Avi, bring it on. It's on, it's on, it's on. Oh, good fighter, good fighter. Maybe wind the drag down just a bit. പെട്ടെന്ന് അടിക്കുന്ന കേട്ടാ. ഇഷ്ടംപോലെ ട്രവലി അടിച്ചോണ്ടിരിക്കുകയാണ്. Heaps. No, Look at we'll that's keep a jagging. Put him in the live bait tank. good size one. Look at the koheru. The koheruന്റെ വലിപ്പം നോക്കിയേ. Look at that, that's beautiful. Beautiful fish. They're nice looking, eh? Yeah, big fish. Yeah, I'm back over here. ഫുള്ള് ട്രവലിയാണ് ഈ കാണുന്നത്. മൊത്തം ട്രവലി. നോക്ക് ഈ ഒരു ഏരിയ മൊത്തം. On that other little rod yours is on. Thought I had one then. കറക്റ്റ് ഒറ്റ വലിയ അവരുടെ ചിരി നോക്കിയേ. Just like that. You just gotta get in the right spot, and if it's on them, you just. It's on, eh? You got a mini ollie here. That's a fucking good rod there. Yeah. You can really just winch If them, the eh? kingy hit that now, you Yeah. get it in. Good. Lunch time. Give me some. നമ്മുടെ ചെറുക്കിട്ടാ. I made this. Yeah. It was from Taranaki. Pass me one. നമ്മളെ that ചെറുക്കി. wobble? ഞാൻ നമ്മുടെ ചെറുക്കപ്പച്ചനോട് തന്നെ ചോദിച്ചോട്ടെ ചെറുക്കി എങ്ങനെയുണ്ടെന്ന്. Smells good. Derek, try this one. Yeah, it smells Oh, nice. cut a bit off with the knife, eh? Yeah, you pull it and just let me know whether you like it or not. That's a wild bull. Yeah. Yeah. What's the flavor? You like it? So that all the way from Taranaki to up north. Hey Derek. How is that one? Good. Homemade one. That's good jerky, yeah. Yeah. Use a dehydrator. Smoked. Or a smoker. Smoker. What is it, Avi? Nice flavors and soft. Ah, that's the one. Start your own. Wild bull. Yeah. Very nice. Quite a good school coming up here. It's a spicy one. Nah, it's pretty mild. Yeah, it's pretty mild, just sauce. Just nice. They just come and anchor next to us, eh? This is not actually not a lunch, it's a brunch. It's just a 9 o'clock. That's a lunch for Derek. What do you reckon? Really good. Homegrown lettuce. Oh, we forgot the avocado. Avocado butter. How do you like that? It's what you call a Subway sandwich. Whoa. Look at that. $10. So after lunch we're gonna move from here, eh, Derek? That's the plan, right? Yeah. 5 minutes and cheese. Look at jellyfish. Looks pretty cool, eh?
This looks like another lure. On a lure. They got quite a hard head. They don't sting, I don't think, these ones. I've been touching them quite a bit recently because they're doing this every day. Anna. Yeah, free. They got like a hard head on them. Come on, man. Don't be like that. Look. Sleep. Was quite mushy. They want to have something. Eh? Nice and mushy. We can bottle this one and use it for something else. You know that. അപ്പുറത്ത് കമേഴ്ഷ്യൽ ബോട്ട് പോകണണ്ട അവർ സ്നാപ്പറിനെ പിടിച്ച് തരുന്നുണ്ട വലിയ ലോങ് ലൈനിൽ കണ്ട നല്ല രസമുണ്ട് എത്ര എണ്ണം അറിയാം ഇഷ്ടം പിടിച്ചിട്ടാ നല്ല കാടിൻ്റെ ചീവീടിൻ്റെ ശബ്ദം മഴ പെയ്യുന്നുണ്ട് കുറുക്കൻ്റെ കല്യാണം നല്ല വെയിൽ നല്ല മഴയും Is enough? Enough water? Eh? It was a yellowfin. What is it? This big tuna. Big tuna? Yeah, but 100 kilo. Oh yeah. The line. The knot became undone and Taranaki. I wonder who tied that knot. Not me. Without jumping in water, right? Oh, Niwa. Niwa's volunteer. It's about half a metre, I'll just winch it. Yep. Angry fella, Hello. 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 ഇവിടെ ഈ സാധനം വെച്ച് കെട്ടി പൊക്കി ക്രെയിനിൽ പൊക്കി എടുക്കുന്നുണ്ട് നമ്മൾ എടുത്ത് വയ്ക്കണ്ട അങ്ങനെ ഗുണമുണ്ട് Charlie. Charlie. Take all the rods out. നമ്മുടെ ഹമീഷും ബെന്നും രാവിലെ കൊണ്ടുവന്ന അവരുടെ ടൊയോട്ടയാണ് കേട്ടോ 1979 മോഡൽ വണ്ടിയാണ് നല്ല രസമുണ്ട് കാണാൻ സൂപ്പർ പെയിൻറ്റിങ് പണ്ടിങ്ങനെ പേര് എഴുതിയിട്ടുള്ളുണ്ട് ഫ്രണ്ടിൽ കണ്ട ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ ടൊയോട്ട എന്ന് എഴുതിയിരിക്കുക ലോഗോയല്ല ഉള്ളൊക്കെ കണ്ട പൊള്ളിച്ചിട്ടിട്ടിരിക്കണേ സ്റ്റീറിങ്ങിൻ്റെ കടയൊക്കെ നോക്കിയേ നല്ല ഓൾഡ് സ്കൂൾ വണ്ടി കേട്ടാ ഗിയറൊക്കെ കണ്ട നല്ല രസമുണ്ട് I've still got heaps to do to it. Some more work to do on it? Hey? Some more work to do? Yeah, just little things. Oh, yeah. Probably not. ഇറക്കപ്പച്ച നമ്മുടെ ട്രവേഡിയെല്ലാം ഫില്ലറ്റ് ചെയ്യുന്നുണ്ടാ പുള്ളി തന്നെ ചെയ്തോളാന്ന് പറഞ്ഞ് ആരെയും ചെയ്യിപ്പിക്കില്ലാന്ന് പുള്ളി And this one is good for raw fish too. Oh yeah. Take the bones out as you're doing it.
അല്ല അലുവ കഷ്ണം പോലത്തെ പീസുകളാട്ടാ. ബ്യൂട്ടിഫുൾ ഫില്ലെ. Look, I lost weight. Look at me. Heavy. Look at me. I lost weight. I lost weight. ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് കണ്ട ഒരു ബുദ്ധനൊക്കെ ഇരിക്കുന്ന കണ്ട. തൊട്ടപ്പുറത്തേക്ക് ഒരു വഴി, നല്ല സിനിമയിലെ സെറ്റ് പോലെ ഇല്ലേ, അടിപൊളി സ്ഥലമാണ്. അപ്പുറത്ത് പാവ വെച്ചിട്ടൊരു കണ്ണാടി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു വാൾനട്ട് മരം നിൽക്കുന്നുണ്ട് കേട്ടോ. ഡെറക്ക് എന്താ പറഞ്ഞതെന്നറിയാം, ഇവരുടെ വീട്ടിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭയങ്കര വലിയ വാൾനട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞത്. ഞാനും ആദ്യമായിട്ടാ, ഞാൻ ഈ മരം കണ്ടിട്ടുണ്ടെങ്കിൽ കായ ഉണ്ടായി നിൽക്കുന്നത് ആദ്യമായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ ഈ നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാൾനട്ട്. കണ്ട ബിഗ് വൺ ടു ലുക്ക്. ഇതൊരെണ്ണം പച്ചക്ക് ചവിട്ടി പൊട്ടിച്ച് എങ്ങനെയുണ്ട് നോക്കാം. പൊട്ടുമോ നോക്കാം ആദ്യം. യാ പൊട്ടൂട്ടാ. അണ്ണാ ദ വാൾനട്ട് കച്ചാ ഹേ ഇസ്കെ അന്തർ ദേഖോ. ദ റോ വാൾനട്ട് കണ്ട അതിൻ്റെ ഉള്ളിൽ കണ്ട ഉണങ്ങിയത് കെട്ടി തൂക്കിയിട്ട് കണ്ട എത്ര പേകാന്ന് നോക്കിയാൽ എന്ത് വലിയ വാൾനട്ടോ നോക്ക്. ബിഗ് വൺസ്. നമ്മളത് കട്ടുകൊണ്ട് പോകാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. മാലേ I call Marley. Charlie's here. Okay, you tell me now. What do you call these flowers? What do you call them? So what do you call these flowers? Oh, you don't know them. I think these flowers called euphoria. I don't know. I forgot the name of the flower. പൂവൊക്കെ പറിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാ. ഡെറക്കിൻ്റെ കൊച്ചുമോളാ. ഫ്ലവറായിട്ട് ഞാൻ അവിടെ നിന്ന് പറിച്ചിട്ട് ഓടി വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതേ വേണം. ഫ്ലവറായിട്ട് വരുന്നുണ്ട്. Maybe if you hold it. Yeah. That and then you take a photo. Oh, this flower looks nice. Yeah, then you take a photo. Yeah. My God. നമുക്ക് അവക്കാഡോ ട്രീ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുതിയ വ്ളോഗറെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. യെസ് സാർ. യെസ് സാർ. ഇവിടുത്തെ കുട്ടി പോസാന്ന് പറഞ്ഞേ. ഫോട്ടോഷൂട്ടറിനെ വിളിക്കുന്നുണ്ട്. ലഫലേ. Coming. Alright, come. Coming. Come over here. Right this way. Right. Alright, finish. Alright, now we walk down. അവിടെ ഇതാണ് മരട്ടാ. അവക്കാഡോൻ്റെ ട്രീ ഇതാണേ. ഏണിയൊക്കെ വെച്ചിട്ടുണ്ട്. You gonna climb up the tree? No. ശരി. Now we walk down. I thought you gonna do that. Now we're going to walk down, guys. No, not you. Sorry, sir. Tell you when to come closer. Yeah. Alright, now come closer. Okay. ഡിറ്റക്റ്റീവ് ഓർഡർ തന്നിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു. Hey, photoshoot. ഫോട്ടോഷൂട്ടർന്നാ വിളിക്കുന്നത് തന്നെ. Stop. സ്റ്റോപ്പ്ഡ്. Yes, sir. Photoshoot. This is avocado eaten by the bats. Bats or I don't know, birds. Birds must be birds. Yeah, but the way how they but it's hard. It's hard as. Photoshoot. How was the fishing, Marley? Oh, good man. Get some nice There's trevally. your ice, Celine. Thank you. Nice trevally. Some kahawai. Some kahawai. I'm a kahawai king. Cheers, man. The kids are hungry. Years ago, a lot of time. That's why me and him always fight, but we still do all this hunting and fishing. Not good, man. I need to find another companion who doesn't eat too much sugar. Sugar, yeah. I'm the sugar demon. ഈ ഗ്ലാസ് കണ്ട നല്ല അടിപൊളി ഗ്ലാസ്. ഞാൻ ഗോവയിൽ ഇത്തവണ ഒനീലിൻ്റെ കൂടെ ചെന്നപ്പോൾ ഈ ഗ്ലാസ് കണ്ടു. ഇത്തരത്തിലുള്ള ഗ്ലാസ് ഒന്നും ഇപ്പോൾ കാണാനില്ല. അടിപൊളിയല്ലേ. ഞാൻ നമ്മുടെ കറി വെക്കാനുള്ള ഈസി കറി ഇല്ലേ, നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നാരങ്ങ ഒഴിച്ചിട്ടുള്ള ഈസി കറി. ഈ മീൻ നമ്മുടെ പച്ചവെള്ളത്തിൽ തൊടിയിപ്പിച്ചിട്ടില്ല കേട്ടോ. കടലിൽ നിന്ന് പിടിച്ചു, ഫില്ല് ചെയ്തു. ദാറ്റ്സ് Oh, look at that nectar. അടിപൊളി പേന കേട്ടോ. നോൺ സ്റ്റിക്ക് ഒന്നുമല്ല, നല്ല സീസൺ ആയിട്ടുള്ള പേന. കുറച്ചധികം പറ്റും.
Yeah. Beautiful. ഇനി ഞാൻ കുറച്ച് വറക്കാത്ത മീനും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ പാത്രത്തിനകത്ത് സ്ഥലമില്ലാത്ത കാരണമാണ് അങ്ങനെ ചെയ്തത്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ, കുറച്ച് ഓർഗാനിക് തേങ്ങാപ്പാൽ, അത് ഒഴിച്ച് എങ്ങനെ വരുന്നത് കണ്ടറിയണം. ചിലപ്പോൾ ഇങ്ങനത്തെ തേങ്ങാപ്പാലേ പിരിയും. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ, അധികം വേവിക്കുന്നില്ലേ നമ്മൾ. ഓക്കെ, ജസ്റ്റ് 2 minutes അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ കുറച്ച് കുടപ്പുളിയുടെ ചാറ് കിട്ടാ. ഇത് ലെമണല്ല ഒഴിക്കുന്നത്, കുടപ്പുളി ചാറാണ്. So dinner, crumbed trevally, cooked white rice, nari potatoes, some sweet corn. Oh, then the magical fish curry right there. And a forsuda. I'm waiting for you. Guests are always. Come on, Nate. Bring your. Great lover of this one. നമ്മൾ മറ്റേ റോ ഫിഷ് കഴിക്കണ്ട. Very nice. You don't get any fresher than that. No. with them. Ooh, your curry's a, More or not? curry's a hit. For shooter. Parashira. Oh, curry എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടു. Everybody likes the curry. Except me. I like that corn. I feel full, but where's your corn, Papa? Don't worry, I'm having corn. Fudgy. It's a guinea pig. Yeah. Is it he or she? She. She. Is that your pet? Yeah. You got only one of them. Well, my last one died, so but my sister had me had this one. Oh yeah. Yeah. അപ്പോൾ നമ്മൾ പിടിക്കാൻ പോയത് കിങ് ഫിഷാണ്, യെല്ലോ ഫിൻ ട്യൂണയാണ്. ഇത് രണ്ടും നമുക്ക് കിട്ടിയില്ല. ഒരു കിങ് ഫിഷ് നല്ലൊരെണ്ണം വലുത് ഹുക്കപ്പായി, പക്ഷെ അത് ഹുക്ക് എങ്ങനെ അഴിഞ്ഞു പോയി. അങ്ങനെ അത് നമ്മുടെ ഇന്ന് മിസ്സായി. കുറച്ച് നല്ല അയില കിട്ടി, ട്രവേലി കിട്ടി, കുറേ ചെറിയ ചെറിയ മീൻ കിട്ടി. ഇതിനെയൊക്കെ അപ്പച്ചൻ നല്ല സൂപ്പറായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തന്നത് കേട്ടോ. നല്ല സൂപ്പർ കുക്കാണ് പുള്ളി, പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ആ തനിമ നിലനിർത്തിക്കൊണ്ടാണ് പുള്ളി കുക്ക് ചെയ്യുക എന്ന് മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവർ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത് അധികം ബോധറായിട്ടില്ല. കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള മീൻ അപ്പച്ചൻ കടലിൽ തന്നെ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം പച്ചവെള്ളം, ഇവിടുത്തെ റിവർ വാട്ടർ അല്ലാച്ചെങ്കിൽ നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം തൊടിയിപ്പിച്ചിട്ടില്ല. എല്ലാവരും എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഈ സാധാ വെള്ളം കൊണ്ട് മീൻ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഡ്രോപ്പ് ചെയ്യുന്നു. ഇത്തവണ ഞാനത് രുചിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നിട്ടുള്ള ട്രവേലിയും അതുപോലെ തന്നെ നമ്മുടെ കൊഹേരും വെള്ളം തൊട്ടിട്ടില്ല കേട്ടാ. നല്ല സൂപ്പർ ഫില്ലറ്റ് ആക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ട്രവേലി കണ്ട ബ്യൂട്ടിഫുള്ളേ. അപ്പം നമുക്ക് ഒരെണ്ണത്തിന് അപ്പച്ചൻ ചെയ്ത പോലെ തന്നെ ക്രം ചെയ്തെടുക്കണം. ഒരെണ്ണം പച്ചയ്ക്ക് അടിക്കാം നമുക്ക് കേട്ടോ, 1 batch. ഇനി ഇതിൽ നമുക്ക് രണ്ട് നല്ല സൂപ്പർ ഫില്ലറ്റ്, ഒരെണ്ണം ഇതും പിന്നെ ഒരു അയിലയുടെ ഫില്ലറ്റ് കൊടുത്തിട്ട് നമുക്ക് പച്ചമീനിലേക്ക് ആക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രം ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഈ ക്ലോട്ടുള്ള ഭാഗം നമുക്കൊന്ന് ട്രിം ചെയ്ത് കളയാം. ഇല്ല വെച്ചെങ്കിലേ റോ കഴിക്കുമ്പോൾ ഒരു കട്ട് ടേസ്റ്റ് വരും. ഞാൻ ഇതേ കണ്ട ഇതിൻ്റെ കറക്റ്റ് ഈ വര പോയിട്ടില്ലേ മസിലിൻ്റെ, അത് കൂടെ എങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ അവനെ. Don't want the first piece. Okay. 1 2 3 7. Beautiful. കണ്ടാ
No, the other one. Look at the water. The super pieces. എന്താ ക്വാളിറ്റി എന്നറിയോ? അത് ബ്യൂട്ടിഫുൾ. ഇപ്പോഴത്തെ നമ്മുടെ മീനെല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവക്കാഡോ, നല്ല സൂപ്പർ നട്ടി ടേസ്റ്റുള്ള ഹാസ് അവക്കാഡോ ആണ് കേട്ടോ. അത് ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റോ അയില അല്ലാച്ചെങ്കിൽ ട്രവലിൽ നമുക്കിപ്പോൾ പ്ലേറ്റ് ചെയ്യാം. അവക്കാഡോ കുറച്ച് അവക്കാഡോ ഞാൻ മാറ്റിയിട്ടാ. ഓക്കെ, ഇനി നമ്മുടെ ഫിഷ്. ഓക്കെ ഓക്കെ, ബ്യൂട്ടി. ഇനി നമ്മുടെ അയില. ഓഹോ, ബ്യൂട്ടിഫുൾ. അയിലനെ കാണാല്ലേ? അത് ഗോൾഡേക്ക് ഗോൾഡ് അയില. ഓക്കെ, ഞാൻ ഒന്ന് ഇതിനെ സ്ലൈറ്റ്ലി ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ സൈഡിലായിട്ട് ഒരു പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്തത്. ഓക്കെ, ചെറിയൊരു കളറിനാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ടിൽ കുറച്ച് സിട്രസി ടേസ്റ്റുള്ള സാധനമാണല്ലോ പാഷൻ ഫ്രൂട്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇവിടെ ഒരു ബൗള് നമ്മുടെ അപ്പച്ചൻ ഉണ്ടാക്കിയ സോസ് ഓർക്കണില്ലേ? സോയ സോസ് ആൻഡ് സെസമി. ദാറ്റ്സ് ഡൺ. കിടക്കണല്ലേ? നല്ല സൂപ്പർ ഹോം ഗ്രോൺ അവക്കാഡോസ്, ഹോം ഗ്രോൺ പാഷൻ ഫ്രൂട്ട്, ഹോം ഗ്രോൺ ഫിഷ്, ഹോം ഗ്രോൺ അയില, വല്ലയിടത്തുനിന്ന് മേടിച്ചിട്ടുള്ള സോസ്. ഓക്കെ, സെസമിയുടെ ഓയിലിൻ്റെ മണമാണ് ഇതിൽ ഡിസ്റ്റിങ്റ്റീവ് ഫ്ലേവർ എന്ന് പറയാനുള്ളത്. ബ്യൂട്ടിഫുൾ. ഓക്കെ, അതിവിടെ സൈഡിലേക്ക് ഇട്ടെങ്കിൽ നമുക്ക് ക്രം ചെയ്യാം. ക്രം ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ എല്ലാ ഫിഷിനെയും ഒന്ന് ചെറുതായിട്ട് സീസൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ലേശം ഉപ്പ്. ഇനി ഇതേ നമ്മുടെ ക്രം. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ ക്രമ്മാണ്. അതിൽ കുറച്ച് സേജും സീസണിങ്ങും എല്ലാം തന്നെയുണ്ട് കുറച്ച്. അപ്പോൾ അതിലൊന്ന് വേറെ ഒന്നും ചേർക്കണ്ട. വെറുതെ മീൻ മുക്കുക വേണ്ടു. ഈ മീനിൻ്റെ മുകളിലുള്ള ചെറിയ നനവില്ലേ, അത്രയ്ക്കേ വേണ്ടു കേട്ടോ. അതിന് കൂടുതൽ ക്രമ്മ് വേണ്ട. അപ്പച്ചുണ്ടാക്കിയത് ഓർക്കണില്ലേ? ഈസി സാധനമാണ്. അതുകൊണ്ട് കട്ട്ലേറ്റ് പോലെ മുട്ട അടിച്ചിട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ ഇടേണ്ട കാര്യമില്ല. കട്ട്ലേറ്റിന് ആരാടാ നീ മുട്ട അടിക്കാന്ന് അല്ലേ? നീ മുട്ട അടിച്ചിട്ട് കട്ട്ലേറ്റിന് നീ മുട്ട അടിക്കോളാം അല്ലേ? അന്ത മാതിരി ആളുകൾ ഇല്ലയോ? ഗോൾഡാ ഏൻ പേസ മാട്ടിങ്ങ പേസ ഏൻ്റെ ഏൻ പേസ മാട്ടിങ്ങ? മീൻ തിന്നിട്ട് പേസാന്ന്. ഇത് കുറച്ച് വലുതാ. ഇതിൻ്റെ മുകളിലിട്ടിട്ട് ക്രാമയ്യ. അവനെ ഇപ്പോൾ കുറച്ച് അധികം ഉണ്ടല്ലോ ഉണ്ടല്ലേ? എന്തത് എവിടെയെങ്കിലും ഇടിച്ചാ? വീണതാ? എവിടെ വീണേ? നീ അത് നോക്കണ്ട. ദാറ്റ്സ് ഓക്കെ, പാർട്ട് ഓഫ് യുവർ ലൈഫ്. അപ്പച്ചൻ ചെയ്ത് ഓർക്കണ്ട ഇഷ്ടം പടി ബട്ടർ. ആ ബട്ടറിൽ മൊരിയിച്ചിട്ടല്ല അപ്പച്ചൻ. ഞാൻ വേവിച്ചപ്പോൾ കുറച്ച് മൊരിഞ്ഞായിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അങ്ങനെ മൊരിയിക്കണ്ട. പുള്ളിക്കാരന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബട്ടറിൽ കുതിർത്തിയെടുത്ത മീൻ പോലെയാണ് കേട്ടോ അപ്പച്ചൻ ഉണ്ടാക്കിയത്. നമുക്ക് അതുപോലെ ഉണ്ടാക്കാം. എനിക്ക് ഞാൻ മൊരിച്ചതിനേക്കാളും ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ്. ഓക്കെ, 1 മിനിറ്റ് ഞാൻ വേവിച്ചു വിട്ടാം. ഞാൻ തിരിക്കാൻ പോവാണേ. 1 മിനിറ്റിൽ കൂടുതൽ വേണ്ട. ഒരു സ്ലൈറ്റ് ബ്രൗൺ കളർ. വാവ്, നല്ല മണം വരുന്നുണ്ട്. നല്ല മണം, സൂപ്പർ മണം. ബട്ടറിൻ്റെയും മീനിൻ്റെയും ഡിവൈനാണ്. അത് വെള്ളം തൊടാത്ത മീനാ. യുനോ, കുറച്ച് ക്രഷ്ഡ് പെപ്പർ. ദാറ്റ്സ് കുക്കിംഗ് കഴിഞ്ഞു കേട്ടോ. ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഈസി. ലുക്ക് അതെ 2 മിനിറ്റ്സിൽ അവസാനിപ്പിച്ചു കുക്കിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം. അവിടെ നിന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. Accidents are good. You know what happens when you have accidents? You get tougher. ഇതേ നമ്മുടെ മീൻട്ടാ ഞാനിതിൽ പ്ലേറ്റ് ചെയ്യാൻ പോവാണേ. വാവ്, നല്ല ക്രമ്മ് കുക്ക് ചെയ്തതിൻ്റെ മണം. ഓക്കെ, look at that. Oh, it's breaking bad. ഇനി ഇതേ നമ്മുടെ കംപ്ലീറ്റ് ഇതിൻ്റെ മെയിൻ ആത്മാവെന്ന് പറയുന്നത് ഈ ബട്ടർ സോസാണ് കേട്ടോ. വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് എ ക്രംസ്. സോ യു ഗോ ഓൺ ടോപ്പ്. The whole lot of butter as a sauce falling into it.
Look at that. And a little bit of a crumb. Beautiful. ബട്ടറിൻ്റെ മീൻ്റെ മണം ഉണ്ടല്ലോ, ഡിവൈൻ എന്ന് പറയും, ഡിവൈൻ സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. Wow, look at that. Come on, Golda, you ready for this? Yeah. Are you ready? ഇച്ചിരി പോക്കാൻ ലാഫല്ലേ. ഓക്കെ, വി സ്റ്റാർട്ട് വിത്ത് റോ ഫിഷ് കേട്ടോ. ഫസ്റ്റ് ഇവിടെ തന്നെ തിന്നോ, നീ മാറണ്ട. ഞാൻ ഈ റോ ഫിഷ് അങ്ങോട്ട് എടുക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് പടയ്ക്കാം. ആദ്യം ഞാൻ നമ്മുടെ കൊഹേരു ട്രൈ ചെയ്യാം കേട്ടോ, റോ. ഓക്കെ, look at this one. Sesame and soy, dip it in there and look at that. ഇത് കളർ നോക്കിയേ. ഇത് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഹൃദയം തകർന്നിട്ട് രണ്ടാവും. look at this now. മെൽറ്റായി പോയി. അയിലാണോ പോയേ, മീനാണോ പോയേ, ഇറച്ചിയാണോ പോയേ ഒന്നും അറിയാൻ ഒരു എന്താ പറയുക, ഒരു ബട്ടർ പീസ് പോയ പോലത്തെ ഫീൽ ആയിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ട്രവലി നമുക്ക് നോക്കി വെക്കാം, എന്നിട്ട് വേണം നമുക്ക് മാർക്ക് ഇടാനായിട്ട്. കൊഹേരുവിന് 10ൽ 8 മാർക്കാണ് വെച്ചെങ്കിൽ ട്രവലി അല്ലെങ്കിൽ വറ്റയ്ക്ക് 10ൽ 11 മാർക്കാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. വറ്റ ഈസ് ദ ബെസ്റ്റ് ഇതിന്. ഓ മൈ ഗോഡ്, I can eat this all day. Honest. എന്താ പറയുക, ഭയങ്കര ക്രീമിയാണ് വറ്റ, ഭയങ്കര ക്രീമി. ഇനി നമ്മുടെ ക്രം ചെയ്ത് കേട്ടാ, നമുക്ക് അതിൻ്റെ ഉള്ളിലെ ടെക്സ്ചർ ഒന്ന് നോക്കാം. നമുക്ക് അവരുടെ വീട്ടിൽ വെച്ചിട്ട് അത് കറക്റ്റ് കാണിക്കാൻ പറ്റിയില്ല. ലുക്ക് അറ്റ് ദാറ്റ്. പെർഫെക്റ്റ്ലി കുക്ക്ഡിയോ. ക്രം ചെയ്തതും നല്ല എന്താ പറയുക, മെൽറ്റ് ഇൻ യുവർ മൗത്ത്, അത്ര അടിപൊളിയാണ്. നീ ഗോൾഡയുടെ അടുത്തും പ്രിങ്കുവിൻ്റെ അടുത്ത് ചോദിക്കാം മെൽറ്റ് ഇൻ യുവർ മൗത്ത് ആണെന്ന്. കമോ മ്യാവ് മ്യാവ് മ്യാവ്, കമോ മ്യാവ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റുകൾ വന്നിരിക്കുകയാണ്. ചീപ്പ് വിപ്പ് അങ്ങനെ ഒരു സാധനമില്ലേ, എന്നിട്ട് ചീപ്പ് വിപ്പാ. അയ്യോ, ഇനിയിപ്പോൾ ദ്വയാർത്ഥം പറയാൻ പറ്റില്ല കേട്ടോ ഗോൾഡ്. ഇനിയിപ്പോൾ നീ എൻ്റെ പേരിൽ കേസ് എടുക്കോ? പറയാൻ പറ്റില്ല, എനിക്ക് ചിലപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ കേസ് കൊടുത്തു. ഗോൾഡ റോ ഫിഷ് കഴിക്കുന്നില്ല, ഗോൾഡ് ഗർഭിണിയാണ്. സോ ഗോൾഡ ഈസ് നോട്ട് ഈറ്റിംഗ് റോ ഫിഷ് അല്ലേ ഗോൾഡ്? പറയല്ലേ, ഗോൾഡ് ഗർഭിണിയാണ്, അതാണ് ഗോൾഡ് റോ ഫിഷ് കഴിക്കാത്ത. അപ്പോൾ ഗർഭിണികളും അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നോക്കി, അതിപ്പോൾ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല. യു മേ ഹാവ് എ ലിറ്റിൽ ബിറ്റ് റിസ്ക്. ഞാൻ പിടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഹൈജീൻ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇരുന്നാലും മേ ബി ഇറ്റ്സ് നോട്ട് സേഫ് ടു ഈറ്റ്. അല്ലെങ്കിൽ മീഡിയം റയർ സ്റ്റേക്ക്, അണ്ടർ കുക്ക്ഡ് എഗ്സ്, അണ്ടർ കുക്ക്ഡ് വെജിറ്റബിൾസ് ഇതെല്ലാം അണ്ടർ കുക്ക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേരിയ റിസ്ക് അവിടെ ഉണ്ട്. ഓക്കെ, എല്ലാ പാത്തോജൻസിനെയും നമുക്ക് ഹൈജീനിക്കലി റിമൂവ് ചെയ്തിട്ട് ലോകത്തിൽ മൊത്തം ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിച്ച ജീവിയല്ല നമ്മൾ. സോ ഇറ്റ് വിൽ ബി ദേ, ബട്ട് ആ റിസ്ക് നമുക്ക് എടുക്കണ്ട കേട്ടോ. അത് തന്നെ, യു ഡോണ്ട് ഈറ്റ് റോ ഫിഷ്. മുക്കുക ആൻഡ് ഡിപ്പ് ഇറ്റ്. ഓ യാ, പോലെ വായ വലുതായിട്ട് പൊളിക്കൂ. ഞാൻ വേണം കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻജോയ് യുവർ മീൽ ഹണി. കൂടെ ഒന്നുകൂടെ വേണോ? ശരിക്ക് അവക്കാഡോ കഴിക്കണ പോലെയാ. It's really smooth. I'm technically trying everything. Oh, you're technically, ഭയങ്കര ടെക്നീഷ്യനാ. പോളിടെക്നിക്ക് കഴിഞ്ഞാളാ. I'm technic. Man, Is it for you? this fish is so good. Raw fish. ഇല്ല റോ ഫിഷ്. Golda, you don't even know what you're missing actually. കഴിയുമ്പോൾ കഴിക്കാലോ. This and that raw fish, I'm tasting like kind of the exact same. ഞാൻ മൊത്തം അടിച്ചു തീർത്തുട്ടാ.
ഇനി അവക്കാടയും ബാക്കി വയ്ക്കണില്ല. I already had some. ഇതിന് നല്ല മണം ഉണ്ട്. ആ നീ അത് പൊട്ടിച്ചു നശിപ്പിച്ചു. പൊട്ടിക്കണ്ട. You should have it like this. That's the way you eat it. പീസ് എടുക്കണ്ടല്ലോ. You need to enjoy it. Now put it back, please. Grab another piece from the bottom. The whole piece, honey. Oh yeah! രണ്ട് കൈ വെക്കുന്നതിൻ്റെ അറ്റൻഷൻ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്. ഹോ ഞാൻ ഗർഭിണിയാണ് ഞാൻ വർക്ക് പറയാം ഇട്ടൂടാവേ. Say this in front of videos, right? ഓ വലിയ മാന്യത അമ്മേരെ പ്രൊട്ടക്ടറാണ് ഇപ്പോഴത്തെ രക്ഷാധികാരി ബൈജു. You want this last piece? Ew. മസാല ഇല്ലാത്തതിന്റെ നമുക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ബട്ടറിന്റെ ആണ് ആ ഒരു ഭയങ്കരമാണ് ടേസ്റ്റ്. ഓ ഇതിൻ്റെ ഉള്ള ജ്യൂസ്. നൈസ്. That's good. It's nice. Beautiful. Okay. I can't even talk. I can't even talk. She can't even talk. Smooth. അങ്ങനെ ഒന്ന് Okay. ചെയ്ത് നോക്കണം. ആ ക്രം ഇതുപോലെ ചെയ്തിട്ട് ഫിഷ് ഒന്ന് നോക്കി നോക്ക്. ക്രം ഇതുപോലെ ചെയ്തിട്ടില്ല, ഫിഷ് ഇതുപോലെ ക്രം ചെയ്തിട്ടൊന്ന് നോക്കി നോക്ക്. ഓക്കെ. പിന്നെ നല്ല ഫ്രഷ് വറ്റ കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ വറ്റ ഒരു ദിവസം പിടിച്ചുകൊടുന്ന് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വെള്ളത്തിൽ കഴുകാതെ കടൽ വെള്ളത്തിൽ തന്നെ കഴുകി കൊണ്ടുവന്നിട്ടുള്ള മീൻ പ്രോസസ്സ് ചെയ്തിട്ട് അങ്ങനെ വറുത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ പച്ചയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിയിൽ കമൻറ്റ് ഇട്ടാൽ അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ. ബൈ ബൈ. What? Why? I do it like this. Yeah, you went like that. Like a rock star. Right, yeah. Okay, Wait, solid. like this. Ingina? നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ കാണിച്ചു. Yeah, you have to put your own stuff. You have to punch me. Punish me? No. Hiya! Hiya! I did this. Wait, what is that? Is this a thumb? Is this a Thumbnail?